ഏറ്റവും കൂടുതൽ പരസ്യമായിട്ട് വർഗീയ പ്രസ്താവന നടത്തുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം SNDP യോഗത്തിന്റെ അടുത്ത കാലം വരെ ജനറൽ സെക്രട്ടറിയും ആയിരുന്നു. വാ തുറന്നാൽ മുസ്ലിം വിരോധം വളരെ പരസ്യമായിട്ട് പലതവണ പറയുന്ന ഒരാളാണ്. പക്ഷെ എന്താണ് മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തോട് ഒരു പരസ്യമായ വിമർശനം വരാത്തത്? അതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് എങ്ങനെ കണക്കാക്കാൻ കഴിയും? അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് തന്നെ അതിന്റെ വിശദീകരണം വന്നല്ലോ. ഞാൻ മുസ്ലിമിനെതിരായിട്ടല്ല പറഞ്ഞത്, ഞാൻ ലീഗിനെതിരെയാണ് പറഞ്ഞത് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു. ലീഗിനെതിരെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് ലീഗിനെതിരെ പറയുന്നൊരു കാര്യത്തില് അത് മുസ്ലിമിനെതിരാണ് എന്നുള്ള തരത്തിൽ വ്യാഖ്യാനിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഈ നാട്ടിൽ ഒരു ആഘോഷങ്ങളോ അല്ലെങ്കിൽ അവിടെ മതാചാരങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ഒരു കട പോലും അവിടെ തുടങ്ങാൻ സാധിക്കുമോ? ജനാധിപത്യം എവിടെ ഇരിക്കുന്നത്? അവിടെ മതാധിപത്യമാണ്. അവിടെ അവരുടെ മതത്തെയും മതാചാരങ്ങൾക്കും അനിഷ്ഠിതമായി മാത്രമേ മറ്റുള്ള മതക്കാർക്കൂടെ ജീവിക്കാനും പ്രവർത്തിക്കാനും സാധിക്കൂ. ഇതൊരു പകല് പോലെ സത്യമല്ലേ? നിങ്ങൾ പറയാൻ ഇവിടെ ഒരു രാഷ്ട്രീയക്കാർക്ക് തന്റെ ഇടമില്ലല്ലോ, ധൈര്യമില്ലല്ലോ. ഈ ബാക്കിയുള്ള കുറ്റം എന്തിനാ പറയണത്? എല്ലാവരുടെ മനസ്സിലുണ്ടത്, എല്ലാവരുടെ മനസ്സിലും അറിയാം. പക്ഷെ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പറയുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇവർ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് അവർ സ്വയം പരിശോധിക്കട്ടെ. അവരുടെ ആചാരങ്ങൾ വരുമ്പോൾ ഒരാൾ ചായക്കട തോന്നിരിക്കാൻ ഹിന്ദുക്കളെ സമ്മതിക്കുമോ? എന്ത് നാട്ടിലും വഴക്കുണ്ടാക്കുക എല്ലാം അടപ്പിക്കല്ലേ? മുസ്ലിങ്ങളുടെ ഒരു നസ്രാണികൾ പോലും ഇവിടുത്തെ മുസ്ലിങ്ങളെ ഭയന്നാണ് കഴിയുന്നത്. അവരാരും പറയാൻ പറയുന്നില്ല എങ്കിൽ പോലും എന്റെ അഭിപ്രായത്തോട് ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിലെ 90% ആളുകളും അതിനോട് യോജിപ്പാണ്. കാരണം അവരുടെ കടന്നുകയറ്റവും അവരുടെ പ്രവൃത്തിയും നിങ്ങൾക്ക് പലതും കണ്ടല്ലോ. അവർ സഹിക്കുകയല്ലേ ഇതെല്ലാം. അതുകൊണ്ട് നായാടി തൊട്ട് നസ്രാണി വരെ യോജിക്കുമെന്ന് പറഞ്ഞാൽ ആ യോജിപ്പിനോട് ഒരു ഐക്യ കാലഘട്ടത്തെ അനിവാര്യമാണ്.